യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി അങ്ങക്കേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി അങ്ങക്കേ. ആരാധന ആരാധന അങ്ങക്കേ, ആരാധന അങ്ങക്കേ, ആരാധന അങ്ങക്കേ, ആരാധന അങ്ങക്കേ, ആരാധന ആരാധന അങ്ങക്കേ, ആരാധന അങ്ങക്കേ, ആരാധന അങ്ങക്കേ, ആരാധന അങ്ങക്കേ. എന്റെ ബലഹീന നേരങ്ങളിൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു നല്ല അവസരം ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും കരയറ്റുന്നു. 18-ാം സങ്കീർത്തനം അതിൻ്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എതിർനിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ നേരെ പാഞ്ഞു ചെല്ലുവാൻ ശക്തീകരിക്കുന്ന ദൈവം, നമ്മെ മുൻപോട്ട് വിടാതെ അതിരുവെച്ച് നിർത്തുന്ന എല്ലാ മതിലുകളെയും ചാടിക്കടക്കുവാൻ ശക്തീകരിക്കുന്ന കർത്താവ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഇരുളേറിയ പാതകളിൽ പ്രകാശമായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. കൂരിരുൾ താഴ്വരയിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവ്, പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിടുക, ഉറച്ച് നിൽക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. നാം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലിട്ടാൽ ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, എത്ര ശക്തമായ കാറ്റ് ആഞ്ഞടിച്ചാലും അത് പതറാതെ വീഴാതെ നിൽക്കാൻ സാധിക്കും. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും വചനം കേൾക്കുന്നവരാണ്. എന്നാൽ അതിന് പ്രകാരമാണോ നമ്മുടെ ജീവിതം നയിക്കുന്നത്? ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കാറ്റുകൾ, തിരമാലകൾ ആഞ്ഞടിച്ചാലും തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് സ്വയശോധന ചെയ്താട്ട് നമ്മുടെ ജീവിതം നാം കേൾക്കുന്ന വചനപ്രകാരം ആണോ ചുവടുകൾ മുൻപോട്ട് വെക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കാമോ? ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന്, ഹല്ലേലൂയ, പറ്റിച്ചേർന്ന്, ഹല്ലേലൂയ, നാം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിച്ചാൽ നാം തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം, വിശ്വസിക്കാം, കാൽച്ചുവടുകളും ധൈര്യത്തോട് മുൻപോട്ട് വെക്കാം. ദൈവമായ കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.